പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. സ്വർഗാരോപണ തിരുനാളിൻ്റെയും സ്വാതന്ത്ര്യ ദിനത്തിൻ്റെയും എല്ലാ നന്മകളും മംഗളങ്ങളും സ്നേഹപൂർവം നിങ്ങൾക്കേവർക്കും ആശംസിക്കുന്നു. അഭിഷേകാഗ്നിയുടെ ശ്രോതാക്കൾക്ക് ഈ പുണ്യസുദിനത്തിൽ ദൈവത്തിൻ്റെ അത്യുന്നതമായ അനുഗ്രഹങ്ങൾ സമൃദ്ധമായി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശു ക്രിസ്തുവിൽ പ്രിയപ്പെട്ട സഹോദരീ സഹോദരങ്ങളെ, ഇന്ന് നാം ചിന്തിക്കുന്നത് പിതാവായ ദൈവത്തെക്കുറിച്ചാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ സകല അനുഗ്രഹത്തിൻ്റെയും അടിത്തറ പിതാവിൻ്റെ സ്നേഹമാണ്. പിതാവായ ദൈവത്തെക്കുറിച്ചുള്ള അറിവ് എത്രമാത്രം ദുർബലമാണോ അത്രമാത്രം ആ വ്യക്തി അന്ധകാരത്തിലാണ്. ദൈവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ പലരും പല വിധത്തിലാണ് ലോക ചരിത്രത്തിൽ വെളിപ്പെടുത്തിയിട്ടുള്ളത്. വലിയ വലിയ ഫിലോസഫേഴ്സ്, തത്വചിന്തകർ, അവർക്ക് അവരുടെ ബുദ്ധിയിൽ ചിന്തിച്ച് അവർ ദൈവത്തെക്കുറിച്ചൊരു കാഴ്ചപ്പാട് പറഞ്ഞു വച്ചിട്ടുണ്ട്. ഗോഡ് ഈസ് ആൻ അൺമൂവ്ഡ് മൂവർ. ഗോഡ് ഈസ് ആൻ അൺമൂവ്ഡ് മൂവർ. എല്ലാ ചലനാത്മകമായ ശക്തിയുടെയും പിന്നിലുള്ള ചലിക്കാത്ത ഒരു ശക്തിയാണ് ദൈവം. സിഗ്മണ്ട് ഫ്രോയിഡ് എന്ന മനഃശാസ്ത്രജ്ഞൻ മനഃശാസ്ത്രപരമായ മേഖലകളിൽ ചിന്തിച്ചും അദ്ദേഹം ഗവേഷണം നടത്തിയും അദ്ദേഹം ദൈവത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗം ഇങ്ങനെയാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. ദൈവം എന്ന് പറയുന്നത് മനുഷ്യ മനസ്സിൻ്റെ സഫലീകരിക്കാനാവാത്ത ആഗ്രഹങ്ങളുടെ പ്രക്ഷേപണമാണ്, പ്രൊജക്ഷനാണ്. ദൈവം എന്ന് പറയുന്നത് സഫലീകരിക്കാനാവാത്ത മനുഷ്യ ആഗ്രഹങ്ങളുടെ ഒരു പ്രൊജക്ഷനാണ്. സാർത്ര എന്ന് പറഞ്ഞ വളരെ ദൈവനിഷേധിയായ ഒരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ ചിന്തകളുടെ സമാപനത്തിൽ അദ്ദേഹം ദൈവത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന പ്രകാരമാണ്: ദൈവം എന്ന സംജ്ഞ തന്നെ വൈരുദ്ധ്യാത്മകമാണ്. ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാ. ദൈവം എന്ന സംജ്ഞ തന്നെ വൈരുദ്ധ്യാത്മകമാണ്. അവിടെ അസ്തിത്വം ഇല്ല, ശൂന്യതയാണ്. വീണ്ടും നീഷെ എന്ന തത്വചിന്തകൻ അദ്ദേഹത്തിൻ്റെ ബുദ്ധിയിൽ അദ്ദേഹത്തിൻ്റെ ഒരു ആയുഷ്കാലം മുഴുവൻ ചിന്തിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു വെച്ചിരിങ്ങനെയാണ്: ദൈവം ഇല്ല, ദൈവം മരിച്ചു, ദൈവം ഇല്ല. ബുദ്ധിജീവികൾ പലരും ദൈവത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട് അവർ പറഞ്ഞു വെച്ചിരിക്കുന്നതാണ്: ഒരു ശക്തിയുണ്ട്, ഈ കാണപ്പെടുന്ന പ്രപഞ്ചത്തിൻ്റെയും ഈ കാണപ്പെടുന്ന സകല വസ്തുക്കളുടെയും പിന്നിൽ ഇതിനെല്ലാം ആദ്യ കാരണമായ ഒരു ശക്തിയുണ്ട്. ചിലർക്ക് ദൈവം ഒരു ശക്തിയാണ്, ചിലർക്ക് ദൈവം ഒരു അൺമൂഡ് മൂവർ, സകലത്തെയും ചലിപ്പിക്കുന്ന അടിസ്ഥാനപരമായ ഫോഴ്സാണ്. വേറെ ചിലർക്ക് ദൈവം എന്ന സംജ്ഞ തന്നെ വൈരുദ്ധ്യമാണ്.
ഇനിയും ചിലർക്ക് ദൈവം ഇല്ല. ഇങ്ങനെ ലോക ചരിത്രത്തിൽ ദൈവത്തെക്കുറിച്ച് പല വിധത്തിലുള്ള കാഴ്ചപ്പാടുകളാണ് പല ആളുകളും പുലർത്തുന്നത്. എന്നാൽ ബൈബിൾ എന്താണ് ദൈവത്തെക്കുറിച്ച് പറയുന്നത്? ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തിൽ 31-ാം അധ്യായം 9-ാം വാക്യം വചനം പഠിപ്പിക്കുന്ന പ്രകാരമാണ്: കണ്ണീരോടെയാണ് അവർ വരുന്നത്, ഞാൻ അവരെ ആശ്വസിപ്പിച്ച് നയിക്കും, ഞാൻ അവരെ നീരൊഴുക്കുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും, അവരുടെ പാദങ്ങളിൽ ഇടറുകയില്ല, അവരുടെ പാത സുഗമമായിരിക്കും. എന്തെന്നാൽ ഞാൻ ഇസ്രായേലിന് പിതാവാണ്. എന്തെന്നാൽ ഞാൻ ഇസ്രായേലിന് പിതാവാണ്. ബൈബിൾ ദൈവത്തെ അവതരിപ്പിക്കുന്നത് പിതാവായിട്ടാണ്, ഒരു വ്യക്തിയായിട്ടാണ് ബൈബിൾ ദൈവത്തെ അവതരിപ്പിക്കുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവത്തെക്കുറിച്ച് വിശുദ്ധ ലിഖിതങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തുന്ന പ്രകാരമാണ് നമ്മുടെ വേദനകളെ തൊട്ടറിയുന്ന, നമ്മുടെ ദുഃഖങ്ങളെ തൊട്ടുരുമി നിൽക്കുന്ന, നമ്മുടെ ജീവിതത്തിൻ്റെ ദുഃഖങ്ങളെ മനസ്സിലാക്കുന്ന, നമ്മുടെ തോളോട് തോൾ ചേർന്ന്, മെയ്യോട് മെയ്യ് ചേർന്ന്, ഹൃദയത്തോട് ഹൃദയം ചേർന്ന് ഈ ലോക ജീവിതത്തിൽ നമ്മുടെ കൂടെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ്, ഒരു പിതാവായിട്ടാണ് ബൈബിൾ ദൈവത്തെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തിൽ 31-ാം അധ്യായം 9-ാം വാക്യത്തിൽ പഠിപ്പിക്കുകയാണ്: എന്തെന്നാൽ ഞാൻ ഇസ്രായേലിന് പിതാവാണ്. പിതാവിനെ പോലെയാണ് എന്നല്ല ബൈബിൾ ദൈവത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നത്. എന്തെന്നാൽ ഞാൻ ഇസ്രായേലിന് പിതാവാണ്. ഞാൻ പിതാവാണ് എന്ന് തന്നെയാണ് ദൈവത്തെക്കുറിച്ച് ദൈവവചനത്തിൽ നമുക്കായി വെളിപ്പെടുത്തി തരുന്നത്. പിതാവായ ദൈവത്തെക്കുറിച്ചാണ് യഥാർത്ഥത്തിൽ അനേകം ദൈവമക്കൾക്ക് കൂടുതൽ തെറ്റായ ബോധ്യങ്ങൾ കുടികൊള്ളുന്നത്. പിതാവായ ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനത്തിൽ, പിതാവായ ദൈവത്തെക്കുറിച്ചുള്ള അറിവ്, പിതാവായ ദൈവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ ജനം ഇപ്പോഴും അജ്ഞതയിലിരിക്കുകയാണ്. കാരണം പിതാവായ ദൈവത്തെക്കുറിച്ച് വലിയ വലിയ ഗ്രന്ഥങ്ങളോ, വലിയ വലിയ ധ്യാന പരമ്പരകളോ, വലിയ വലിയ എന്തെങ്കിലും തരത്തിൽ പ്രത്യേക ഫാക്കൽറ്റികളോ കോളേജുകളോ ഒന്നും പിതാവായ ദൈവത്തെക്കുറിച്ചുള്ള പ്രബോധനത്തിനോ പഠനത്തിനോ ഇല്ല. മറ്റെല്ലാ കാര്യങ്ങളെക്കുറിച്ചും മറ്റെല്ലാ ദൈവിക രഹസ്യങ്ങളെക്കുറിച്ചും പഠിക്കാനുള്ള മേഖലകളും സംവിധാനങ്ങളുണ്ട്. എന്നാൽ പിതാവായ ദൈവത്തെക്കുറിച്ച് അധികം പുസ്തകങ്ങളും അധികം ഡോക്ടറേറ്റ് തീസിസുകളൊന്നും എഴുതപ്പെട്ടിട്ടില്ല. എന്നാൽ ഈ ലോകത്തിൽ പിതാവായ ദൈവത്തെക്കുറിച്ച് ഇടതടവില്ലാതെ പഠിപ്പിക്കുന്ന, പിതാവായ ദൈവത്തെക്കുറിച്ച് ഇടതടവില്ലാതെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന, പിതാവായ ദൈവത്തെക്കുറിച്ച് എല്ലാവരോടും കയറി സംസാരിക്കുന്ന ഒരു പ്രതിഭാസമുണ്ട്. അതാണ് ദുഷ്ടാത്മാവ്. ദുഷ്ടാത്മാവ് പിതാവായ ദൈവത്തെക്കുറിച്ച് എപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കും. ദുഷ്ടാത്മാവ് പിതാവായ ദൈവത്തെക്കുറിച്ച് ഏവരോടും കയറി സംസാരിച്ചു കൊണ്ടിരിക്കും. അവൻ ചിന്തിക്കും, ആദ്യം ഞാൻ ആരോടാണ് പിതാവായ ദൈവത്തെക്കുറിച്ച് സംസാരിക്കേണ്ടത്? അപ്പോഴതാ ഒരു കൂട്ടം ആളുകൾ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്, ഒരു കൂട്ടം ആളുകൾ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. അവരുടെ ദുഃഖത്തിൻ്റെയും അവരുടെ വിഷമത്തിൻ്റെയും കാരണം എന്താണ്? അവരുടെ ജീവിതത്തിൽ ഒരുപാട് തരത്തിലുള്ള പ്രതീക്ഷയ്ക്ക് വിപരീതമായ അനുഭവങ്ങൾ, ജീവിതത്തിൽ ഒരുപാട് തരത്തിലുള്ള ദുഃഖം നിറഞ്ഞ അനുഭവങ്ങൾ, ജന്മന മുടന്തരായവർ, ജന്മന കറുത്ത നിറമുള്ളവർ, ജന്മന ദാരിദ്ര്യത്തിലായവർ, ചെറുപ്പം തൊട്ടേ കണ്ണുനീരിൽ തന്നെ ഉള്ള ജീവിതങ്ങൾ, ഒരുപാട് ദുഃഖങ്ങളുടെയും ഒരുപാട് വേദനകളുടെയും ഒരുപാട് തകർച്ചകളുടെയും ഒരുപാട് കണ്ണുനീരിൻ്റെയും ജീവിതം നയിക്കുന്ന വളരെ ദുഃഖത്തിൽ ആണ്ടുപോയ ജീവിതങ്ങളടുത്തേക്ക് ദുഷ്ടാത്മാവ് കടന്നു ചെല്ലും. ദുഷ്ടാത്മാവ് പറയും, നിങ്ങളുടെ ദുഃഖം എനിക്ക് മനസ്സിലാകുന്നുണ്ട്, നിങ്ങളുടെ വേദന എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഈ ലോകത്തിലുള്ള എല്ലാവരും ഓടിക്കളിച്ച് നടക്കുമ്പോൾ, ഈ ലോകത്തിൽ എല്ലാവരും സുഖം അനുഭവിക്കുമ്പോൾ, ഈ ലോകത്തിൽ എല്ലാവരും നല്ല ആരോഗ്യത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ മാത്രം രോഗത്തിലിരിക്കുന്നു. ഈ ലോകത്തിലെല്ലാവരും നല്ല വീട്ടിൽ താമസിക്കുമ്പോൾ നിങ്ങൾ മാത്രം ചെറ്റപ്പുരയെ കിടക്കുന്നു. ഈ ലോകത്തിലുള്ള എല്ലാവരും നല്ല വസ്ത്രങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾ മാത്രം കീറത്തുണി എടുക്കുന്നു. ഈ ലോകത്തിലുള്ള എല്ലാവർക്കും 2 കൈയും 2 കാലും ഉള്ളപ്പോൾ നിങ്ങൾ നോക്കിയേ, വികലാംഗരായും കൈയില്ലാതെയും കാലില്ലാതെയും കണ്ണില്ലാതെയും മൂക്കില്ലാതെയും ഒക്കെ നിങ്ങൾ ജനിച്ചിരിക്കുന്നു. നിങ്ങളുടെ ദുഃഖം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. സത്യത്തിൽ ഈ ദൈവത്തിന് നിങ്ങളോട് വല്ല സ്നേഹമുണ്ടോ? നിങ്ങളോട് എന്തെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ഈ ദൈവം നിങ്ങൾ എങ്ങനെ സൃഷ്ടിക്കുമായിരുന്നോ? ഈ ദൈവത്തിന് എന്ത് സ്നേഹം നിങ്ങളോടുള്ളത്? ഈ ദൈവത്തിന് നിങ്ങളോട് സ്നേഹമില്ല. ഈ ദൈവത്തിന് നിങ്ങളെ ഇഷ്ടമല്ല. ഈ ദൈവത്തിന് നിങ്ങളോട് വെറുപ്പാണ്. അതുകൊണ്ടാണ് നിങ്ങളിങ്ങനെ സൃഷ്ടിച്ച് വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇതെല്ലാം വന്നിരിക്കുന്നത്. ദൈവത്തിന് നിങ്ങളോട് ഇഷ്ടമല്ല. ദൈവത്തിന് നിങ്ങളോട് ഇഷ്ടമല്ല. അവരെ നോക്കിയേ, അവരെത്ര നന്നായി പ്രാർത്ഥിക്കുന്നു, എത്ര നല്ല ജീവിതം നയിക്കുന്നു, എത്ര നല്ല കുടുംബം, എത്ര നല്ല ആരോഗ്യം, എത്ര നല്ല ജോലി, എത്ര നല്ല ഭവനം, എത്ര നല്ല വാഹനം, എല്ലാം നല്ലത്.
അങ്ങോട്ട് നോക്കിയേ, അവർക്കും എല്ലാം നല്ലത്. നിനക്കോ? നിന്നോട് ദൈവത്തിന് ഇഷ്ടമല്ല. ഈ ദൈവം നിന്നെ അധികം സ്നേഹിക്കുന്നില്ല. ഇങ്ങനെ തകർച്ചയിലിരിക്കുന്ന, വേദനയിലിരിക്കുന്ന ദൈവമക്കളോട് ദുഷ്ടാത്മാവ് പിതാവായ ദൈവത്തെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങും. പിതാവായ ദൈവമേ അത്ര സ്നേഹമുള്ള ദൈവമൊന്നുമല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു വലിയ വനത്തിൽ ധാരാളം മരങ്ങൾ ഇടതൂർന്ന് വളർന്നതായും ആ മരങ്ങൾ തമ്മിൽ സംസാരിക്കുന്നതായുമുള്ള ഒരു ചിത്രീകരണം പണ്ട് കണ്ടത് ഞാൻ ഓർമ്മിക്കുകയാണ്. ആ മരങ്ങളിൽ വളരെ തലയെടുപ്പുള്ളൊരു ഈട്ടിമരം ഉണ്ടായിരുന്നു. ആ മരം സംസാരിക്കാൻ തുടങ്ങി. ആ മരം പറഞ്ഞു, ഞാനാണ് ഈട്ടി. ഈ മരം, ഈട്ടിമരമാണ് ഏറ്റവും ശ്രേഷ്ഠമായ മരം. രാജാക്കന്മാർ കട്ടിലുകൾ ഉണ്ടാക്കുന്ന ഈട്ടിമരം കൊണ്ടാണ്. വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുന്നത് ഈട്ടിമരമാണ്. വീടുകളിലെല്ലാം മനോഹരമായ കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കുന്നത് ഈട്ടിമരം കൊണ്ടാണ്. ഞാനാണ് ഈട്ടി, എനിക്ക് നല്ല വിലയുണ്ട്, എല്ലാവരും എന്നെയാണ് തേടുന്നത്, എല്ലാവർക്കും എന്നെയാണ് വേണ്ടത്, ഞാൻ ഈട്ടിമരമാണ് എന്ന് പറഞ്ഞ് തല ഉയർത്തി വനത്തിലത് കാറ്റത്താടി ഗമയോടെ നിന്നു. തൊട്ടപ്പുറത്ത് ഒരു ചൂളമരമുണ്ട്. ആ ചൂളമരത്തെ നോക്കിയിട്ട് ഈട്ടി പറഞ്ഞു, അല്ലയോ ചൂളമരമേ, നീ എന്തിനാണ് ഞങ്ങളുടെ കൂടെ നിൽക്കുന്നത്? നിനക്ക് എന്ത് നന്മയാണുള്ളത്? നിനക്ക് ശാഖകളില്ല, നിന്റെ തടി കൊണ്ട് എന്ത് പ്രയോജനം? നിനക്ക് ഫലങ്ങളില്ല, നിനക്ക് പൂക്കളില്ല, നീ എന്തിനാണ് ഇങ്ങനെ നിൽക്കുന്നത്? അപ്പോഴേക്കും അപ്പുറത്തുനിന്ന് തേക്ക് പറഞ്ഞു, ഞാനാണ് തേക്ക്. ഈ തേക്ക് എന്ന് പറയുന്നത് ഗവൺമെൻറ് ഈടുറ്റ നിർമ്മാണങ്ങളെല്ലാം നിർമ്മിക്കുന്നത് തേക്ക് കൊണ്ടാണ്. ചെതല് പിടിക്കാത്ത തേക്ക് മരം എല്ലാവരും അന്വേഷിക്കുകയാണ്. കട്ടലയ്ക്കും വാതിലിനും തേക്ക് മരം തന്നെ എല്ലാവരും തെരഞ്ഞു പിടിക്കുന്നു. എനിക്ക് വലിയ വിലയുണ്ട്, ഞാനാണ് തേക്ക് മരം, എന്നെയാണ് എല്ലാവർക്കും വേണ്ടത് എന്ന് പറഞ്ഞ് തേക്ക് മരം അങ്ങനെ ഗമയോടെ തല ഉയർത്തി നിന്ന് കാറ്റത്താടി അങ്ങനെ അഭിമാനത്തോടെ നിന്നു. തൊട്ടടുത്തുള്ള ചൂളമരത്തെ നോക്കിയിട്ട് തേക്ക് മരം പറഞ്ഞു, അല്ലയോ ചൂളമരമേ, മരങ്ങളുടെ വംശത്തിന് തന്നെ, മരങ്ങളുടെ കൂട്ടത്തിന് നാണക്കേടായി നീ എന്തിനെങ്ങനെ ജനിച്ച്, നീ എന്തിനിങ്ങനെ നിൽക്കണം? നീ ഈ ഭൂമി ഉണ്ടായിട്ട് എന്ത് പ്രയോജനം? ആർക്കെങ്കിലും 5 പൈസ ഉപകാരം നിന്നെ കൊണ്ടുണ്ടോ? അങ്ങനെ ഓരോ മരങ്ങളും, തേന്മാവ് പറഞ്ഞു, ഞാനാണ് തേന്മാവ്, എൻ്റെ പഴങ്ങളാണ് എല്ലാവരും അന്വേഷിച്ച് വരണത്. തേക്ക് വീട്ടിയൊക്കെ അവിടെ നിൽക്കുകയുള്ളൂ. വസന്തകാലം ആകുമ്പോൾ, പഴക്കാലം ആകുമ്പോൾ എല്ലാ മൃഗങ്ങളും എൻ്റെ അടുത്തേക്ക് വരും, എല്ലാ പക്ഷികളും എൻ്റെ അടുത്തേക്ക് വരും, എല്ലാ മനുഷ്യരും എൻ്റെ അടുത്തേക്ക് വരും. എല്ലാവർക്കും ഞാൻ തേൻപഴങ്ങൾ കൊടുക്കും, നല്ല പഴങ്ങൾ കൊടുക്കും. എല്ലാവരും സംതൃപ്തരാകും. എല്ലാവരും പറയും, നല്ല മാവ്, നല്ല മാങ്ങ, നല്ല പഴം. സന്തോഷത്തോടെ എല്ലാവരും ഞാൻ സംതൃപ്തരാക്കി പറഞ്ഞയക്കും. ആ മാവും ചൂളമരത്തോട്, ചൂളമരമേ, നിനക്ക് എന്ത് മേന്മയാണുള്ളത്? നീ എന്ത് പഴമാണ് മനുഷ്യർക്ക് കൊടുക്കുന്നത്? നീ എന്തിനിങ്ങനെ ജനിച്ച്? ഇതെല്ലാം കേട്ടപ്പോൾ ചൂളമരത്തിന് സങ്കടമായി. ചൂളമരം നോക്കി, നീണ്ടു മെലിഞ്ഞൊരു ശരീരം, ശാഖകളില്ലാത്ത ഒരൊറ്റയാൻ തടി, പഴങ്ങളില്ല, തണലില്ല, പക്ഷികളോ മൃഗങ്ങളോ ചേക്കേറാൻ വരുന്നില്ല, ആരും തിരിഞ്ഞു നോക്കാത്തൊരു ജീവിതം, ആർക്കും വേണ്ടാത്തൊരു ജീവിതം, സത്യത്തിൽ 5 പൈസയുടെ പ്രയോജനം ഇല്ല എന്ന് തോന്നിക്കുമാറുള്ള ഒരു 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 ഉപേക്ഷിക്കപ്പെട്ട ജീവിതം. അങ്ങനെ ആ വനത്തിൽ ഒരുപാട് ഗദ്ഗതങ്ങളോടും നൊമ്പരങ്ങളോടും കൂടെ ചൂളമരം നിന്നു. വേനൽക്കാലം കഴിഞ്ഞു, കൊടിയ മഴക്കാലം വന്നു. കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചു. വനം മുഴുവൻ അതിശക്തമായ കൊടുങ്കാറ്റ് ചീറിയടിച്ചു. ആ കാറ്റിൽ വിട്ട് തല ഉയർത്തിരുന്ന ഈട്ടിയും തല ഉയർത്തുന്ന തേക്കും തല ഉയർത്തുന്ന വനങ്ങളെല്ലാം കടപുഴകി വീണു. വനത്തിൽ ഒരുപാട് നാശനഷ്ടങ്ങളുണ്ടായി. ഈ ചൂളമരത്തെയും കാറ്റ് പിടിച്ചെങ്കിലും ഈ ചൂളമരത്തെ കാറ്റിന് നിലം പരിശാക്കാൻ കഴിഞ്ഞില്ല. ചൂളമരം അങ്ങോട്ടാടിയും ഇങ്ങോട്ടാടിയും അവിടെ നിന്നു. ചൂളമരം കൊടുങ്കാറ്റിൽ നിലം പതിച്ചില്ല. കൊടുങ്കാറ്റിൻ്റെ സംഹാരതാണ്ഡവം കഴിഞ്ഞപ്പോൾ ചൂളമരം തല ഉയർത്തി നോക്കി. ഗമയോടെ ഉയർന്നു നിന്ന ഈട്ടിമരവും തേക്കുമരവും മറ്റു മരങ്ങളെല്ലാം ഇതാ കടപുഴകി നിലം പരിശായി കിടക്കുന്നു. എന്നാൽ ചൂളമരത്തിന് മാത്രം കാര്യമായ ക്ഷതം സംഭവിച്ചില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ നിമിഷം ചൂളമരത്തിൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ അടർന്നു വീണു. ചൂളമരം പറഞ്ഞു, ദൈവമേ, അവിടുത്തെ അനന്ത സ്നേഹത്തിൽ എനിക്ക് നന്മയായി എൻ്റെ ശരീരം, എൻ്റെ ഈ സാഹചര്യം, എൻ്റെ അസ്തിത്വത്തിൽ എനിക്ക് വേണ്ടി നന്മ മാത്രമാണ് അങ്ങ് സൃഷ്ടിച്ചിട്ടുള്ളത്. എന്നാൽ ഇത്രയും കാലം ഞാൻ അങ്ങേ സംശയിച്ചു. അങ്ങ് എന്നെ വെറുക്കുന്നുവെന്നും അങ്ങേക്ക് എന്നോട് ഇഷ്ടമല്ലെന്നും അങ്ങ് എന്നെ പരിഗണിക്കുന്നില്ലെന്നും അങ്ങേക്ക് മറ്റുള്ളവരാണ് കൂടുതൽ കരുതലെന്നും ഞാൻ ചിന്തിച്ച് ഞാൻ സ്വയം വെറുത്തു. ഞാൻ എന്നെ തന്നെ വെറുത്തു, എൻ്റെ ജീവിതത്തെ വെറുത്തു, എൻ്റെ ഈ അസ്തിത്വത്തെ വെറുത്തു, ഈ ലോകത്തെ വെറുത്തു, ഈ വനത്തെ വെറുത്തു. ഞാൻ എല്ലാത്തിനോടും വെറുപ്പോടെ
എന്തിനു ഞാനിങ്ങനെ ജനിച്ചു എന്ന് ചിന്തിച്ച് ഒരുപാട് രാത്രികളിൽ കരഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ അങ്ങയുടെ സ്നേഹത്തെ ഓർത്ത് ഞാൻ കരയുന്നു. ചൂളമരം ദൈവത്തിന് മുമ്പിൽ ദൈവസ്നേഹത്തിൻ്റെ നിറവിൽ നിന്ന് ദൈവത്തെ ഓർത്ത് കരഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിയമാവർത്തന പുസ്തകത്തിൽ 8-ാം അധ്യായം 16-ാം വാക്യം, നിങ്ങളെ എളിമപ്പെടുത്താനും പരീക്ഷിക്കാനും അവസാനം നന്മ കൊണ്ട് അനുഗ്രഹിക്കാനുമായിരുന്നു അത്. നിങ്ങളെ എളിമപ്പെടുത്താനും പരീക്ഷിക്കാനും അവസാനം നന്മ കൊണ്ട് അനുഗ്രഹിക്കാനുമായിരുന്നു അത്. അപ്പസ്തോല പ്രവർത്തനത്തിൽ 17-ാം അധ്യായത്തിൽ ദൈവത്തിൻ്റെ വചനം ദൈവമക്കൾക്ക് നൽകുന്ന വളരെ വ്യക്തമായൊരു വെളിപാട് ദൈവത്തിൻ്റെ ദൂതനായ ദൈവത്തിൻ്റെ ദാസനായ പൗലോസ് അപ്പസ്തോലൻ വെളിപ്പെടുത്തുന്നത് നമുക്ക് ശ്രദ്ധിക്കാം. അപ്പസ്തോല പ്രവർത്തനത്തിൽ 17-ാം അധ്യായം 27-ാം വാക്യത്തിൽ വായിക്കുന്നത് എങ്ങനെയാണ്? ഭൂമുഖം മുഴുവൻ വ്യാപിച്ച് വസിക്കാൻ വേണ്ടി അവിടുന്ന് ഒരുവനിൽ നിന്ന് എല്ലാ ജനപദങ്ങളെയും സൃഷ്ടിച്ചു. അവർക്ക് വിഭിന്ന കാലങ്ങളും വാസഭൂമികളും നിശ്ചയിച്ചു കൊടുത്തു. ഇത് അവർ ദൈവത്തെ അന്വേഷിക്കുന്നതിനും ഒരുപക്ഷെ അനുഭവത്തിലൂടെ അവിടുത്തെ കണ്ടെത്തുന്നതിനും വേണ്ടിയാണ്. എങ്കിലും അവിടുന്ന് നമ്മിൽ ആരിലും നിന്ന് അകലെയല്ല. ഒരുപക്ഷെ ഞാൻ ആർക്കും വേണ്ടാത്ത പോലെ ഒരു ജീവിതത്തിന് ഉടമയായിരിക്കാം. ഒരുപക്ഷെ കഠിന ദാരിദ്ര്യത്തിൽ കിടക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. ഒരുപക്ഷെ എല്ലാവരും പരിത്യജിക്കപ്പെട്ട ഒരു വ്യക്തിയായിരിക്കാം. ഒരുപക്ഷെ ഒരു രോഗിയായിരിക്കാം. ഒരുപക്ഷെ ചികിത്സയില്ലാത്ത രോഗത്തിന് അടിമയായ ഒരു വ്യക്തിയായിരിക്കാം. ഒരുപക്ഷെ എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട് മാതാപിതാക്കളും ജീവിത പങ്കാളിയും മക്കളും എല്ലാവരും ഉപേക്ഷിച്ച ഒരു സാഹചര്യത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാകാം. ആരും ആകട്ടെ, ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നു, എങ്കിലും അവിടുന്ന് നമ്മിൽ ആരിലും നിന്ന് അകലെയല്ല. പ്രിയപ്പെട്ട ദൈവജനമേ, കർത്താവിനൊരു പദ്ധതി എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തോട് കൂടെയുണ്ട്. കർത്താവിനൊരു പരിപാലന എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തോട് കൂടെയുണ്ട്. ജെറമ്യാ പ്രവാചന പുസ്തകത്തിൽ 31:9 പഠിപ്പിക്കുകയാണ്, ഞാൻ അവരെ ആശ്വസിപ്പിച്ച് നയിക്കും, ഞാൻ അവരെ നീരൊഴുക്കുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. എന്തെന്നാൽ ഞാൻ ഇസ്രായേലിന് പിതാവാണ്. ഒരു നേരം മനസ്സ് നൊന്ത്, ഒരു നേരം ഒരു തുള്ളി കണ്ണുനീർ നിന്ന് പൊടിഞ്ഞ് ദൈവമേ എന്ന് വിളിച്ചാൽ ദൈവം ഓടി അടുത്ത് വരുന്ന അത്രയ്ക്ക് സ്നേഹമുള്ള സ്നേഹത്തിൻ്റെ പിതാവാണ് ദൈവമെന്ന് വിശുദ്ധ ലിഖിതം പഠിപ്പിക്കുകയാണ്. വിലാപത്തിൻ്റെ പുസ്തകത്തിൽ 3-ാം അധ്യായം 57-ാം വാക്യം, ഞാൻ ഭയപ്പെട്ടു, ഞാൻ നിലവിളിച്ചപ്പോൾ അവിടുന്ന് ഓടി എൻ്റെ അടുത്തെത്തി, ഭയപ്പെടണ്ട എന്ന് പറഞ്ഞു. ഞാൻ ഭയപ്പെട്ട് നിലവിളിച്ചപ്പോൾ അവിടുന്ന് ഓടി എൻ്റെ അടുത്തെത്തി, ഭയപ്പെടണ്ട എന്ന് പറഞ്ഞു. ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം എന്നെ അറിയുന്ന പിതാവാണ്. ദൈവം എൻ്റെ എല്ലാ അവസ്ഥകളെയും തൊട്ടറിയുന്ന പിതാവാണ്. എൻ്റെ തോളോട് തോൾ ചേർന്ന്, എൻ്റെ മെയ്യോട് മെയ്യ് ചേർന്ന്, എൻ്റെ ഹൃദയത്തോട് ഹൃദയം ചേർന്ന് നടക്കുന്ന, എന്നെ സ്നേഹിക്കുന്ന എൻ്റെ പിതാവാണ് എൻ്റെ ദൈവം. എൻ്റെ പിതാവിന് എന്നെ ഇഷ്ടമാണ്. ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കുന്നു, ദൈവമേ, കഴിഞ്ഞ കാലങ്ങളിൽ അങ്ങയുടെ തിരുമുമ്പിൽ അങ്ങയെ സംശയിക്കുകയും അങ്ങയെക്കുറിച്ചുള്ള തെറ്റായ ബോധ്യങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കുകയും ചെയ്ത നാശത്തിൻ്റെ കാലഘട്ടങ്ങളെ ഓർത്ത് മാപ്പ് ചോദിക്കുന്നു. അങ്ങയെക്കുറിച്ച് ദുഷ്ടാത്മാവ് നൽകിയ സംശയങ്ങളും അങ്ങയെക്കുറിച്ച് മനസ്സിൽ ഉയർന്നു വന്ന എല്ലാ തരത്തിലുള്ള വിപരീത ചിന്തകളും തിരുരക്തം കൊണ്ട് കഴുകിക്കളയണമേ. ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കുന്നു, ദൈവസ്നേഹം നിറയട്ടെ. രോഗാവസ്ഥയിലേക്ക്, കണ്ണുനീരിൻ്റെ അവസ്ഥയിലേക്ക്, വേദനയുടെ അവസ്ഥയിലേക്ക്, സങ്കടത്തിൻ്റെ അവസ്ഥയിലേക്ക്, അനാഥത്വത്തിൻ്റെ അവസ്ഥയിലേക്ക്, എനിക്ക് ആരുമില്ലാത്ത അവസ്ഥയിലേക്ക്, ഓ ദൈവമേ, അങ്ങയുടെ സ്നേഹം നീർപ്രവാഹമായി ഒഴുകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ സ്തോത്രം, സ്തോത്രം. ദൈവമേ സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ നന്ദി, ദൈവമേ ആരാധന. ദിവ്യകാരുണ്യ രൂപനായ ഈശോ ഈ നിമിഷങ്ങളിൽ നമ്മുടെ മധ്യത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന സമയമാണിത്. അത്ഭുതകരമായ ദൈവസ്നേഹത്തിൻ്റെ അഭിഷേകം നമ്മുടെ മേൽ വ്യാപരിക്കട്ടെ. വറ്റി വരണ്ട മാനസങ്ങളിലേക്ക്, വിണ്ടുണങ്ങിയ മാനസങ്ങളിലേക്ക്, വെള്ളപ്പൊക്കം വരണ്ട നിലത്തെ കുതിർക്കുന്നത് പോലെ ദൈവമായ കർത്താവിൻ്റെ സ്നേഹം പ്രവഹിച്ച് ദൈവമായ കർത്താവിൻ്റെ സ്നേഹത്താൽ എല്ലാ മാനസങ്ങളും കുതിരട്ടെ. ഏകാന്ത ചിന്തയിലേക്ക്, അനാഥത്വത്തിൻ്റെ ദുഃഖത്തിലേക്ക്, ഈ ജീവിതത്തിൽ എൻ്റെ ദൈവത്തിന് എന്നെ ഇഷ്ടമല്ല, എൻ്റെ ദൈവത്തിന് എന്നെ വെറുപ്പാണ്, എൻ്റെ ദൈവം എന്നെ കാണുന്നില്ല, എൻ്റെ ദൈവം എന്നെ അറിയുന്നില്ല, ഇങ്ങനെയുള്ള എല്ലാ വ്യഥകളിലേക്കും കർത്താവിൻ്റെ സ്നേഹം, കർത്താവിൻ്റെ ആത്മാവ് ഈ രാത്രി വ്യാപരിക്കട്ടെ. കർത്താവെ,
ഓരോ കുടുംബങ്ങളെയും, ഓരോ കുടുംബങ്ങളിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ മകനെയും മകളെയും ഈ നിമിഷങ്ങളിൽ തിരുക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഓ പിതാവേ, ആബാ പിതാവേ, ആബാ പിതാവേ, ആബാ പിതാവേ, സ്നേഹത്താൽ സ്പർശിക്കണമേ, സ്നേഹത്താൽ നിറയ്ക്കണമേ, സ്നേഹത്താൽ തൊടണമേ, സ്നേഹത്താൽ സൗഖ്യപ്പെടുത്തണമേ, സ്നേഹത്താൽ അഭിഷേകം ചെയ്യണമേ, സ്നേഹത്താൽ എല്ലാ ഗദ്ഗതങ്ങളെയും സൗഖ്യപ്പെടുത്തണമേ, മനസ്സിൻ്റെ നൊമ്പരങ്ങളിലേക്ക് സ്നേഹം നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലലുയ്യ, ഹാലലുയ്യ, ഹാലലുയ്യ. ഈ രാത്രി കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന ഓരോ മകനെയും മകളെയും പിതാവേ കരുണയുടെ സ്പർശനം നൽകി, സ്നേഹത്തിൻ്റെ സ്പർശനം നൽകി, വീണ്ടും അഭിഷേകം നൽകണമേ, വീണ്ടും സ്നേഹം കൊണ്ട് നിറയ്ക്കണമേ, വീണ്ടും സന്തോഷം കൊണ്ട് നിറയ്ക്കണമേ. അങ്ങയുടെ സന്നിധിയിൽ ആനന്ദത്തിൻ്റെ പൂർണ്ണതയുണ്ട്, അങ്ങയുടെ വലതു കൈയിൽ ശാശ്വതമായ സന്തോഷമുണ്ട്. അവിടുന്ന് ഞങ്ങളുടെ പിതാവാണെന്നും അവിടുന്ന് ഞങ്ങളെപ്പോഴും ഇഷ്ടപ്പെടുന്നുവെന്നും അവിടുന്ന് ഞങ്ങളുടെ ഹൃദയത്തോട് ചേർന്ന്, മനസ്സിനോട് ചേർന്ന്, ജീവിതത്തോട് ചേർന്ന്, ഞങ്ങളുടെ ശരീരത്തോട് ചേർന്ന്, കുടുംബത്തോട് ചേർന്ന് അവിടെ നിന്നും നടക്കുന്നുണ്ടെന്നും ഞങ്ങൾ അറിയുന്നു, ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ ഏറ്റുപറയുന്നു. ഹാലലുയ്യ, ഹാലലുയ്യ. ഈ നിമിഷങ്ങളിൽ അങ്ങയുടെ സന്നിധിയിലേക്ക് കരങ്ങൾ ഉയർത്തി ഓരോ മകനും മകളും കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമ്പോൾ അവിടുന്ന് കരങ്ങൾ നീട്ടി തൊട്ട് തൊട്ട് അനുഗ്രഹിക്കണമേ. ഹാലലുയ്യ, ഹാലലുയ്യ, ഹാലലുയ്യ. സ്നേഹത്തിൻ്റെ സ്പർശനങ്ങൾ നൽകി ഈ രാത്രി അനുഗ്രഹിച്ചുകൊണ്ടിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവേ രോഗികളെ തൊടണമേ, പിതാവേ ദുഃഖിതരെ ആശ്വസിപ്പിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും ഇപ്പോൾ സംഭവിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പൈശാചിക പീഡകൾ വിട്ടുപോകട്ടെ. ദൈവ സ്നേഹത്തിനെതിരെ ചിന്തിക്കാൻ ദൈവത്തോട് സംശയവും ദൈവത്തോട് മറുതലിപ്പും ദൈവത്തോട് എതിർപ്പും ഭിന്നതയും ദൈവത്തോട് വിധേയത്വമില്ലായ്മയും ദൈവത്തോട് അടുപ്പമില്ലായ്മയും സൃഷ്ടിക്കുന്ന എല്ലാ ദുരാത്മാക്കളെയും അശുദ്ധ ശക്തികളെയും ഈ നിമിഷങ്ങളിൽ ഈ രാത്രിയിൽ അവിടുന്ന് തകർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപയുടെ സ്പർശനങ്ങൾ നൽകണമേ, സ്നേഹത്തിൻ്റെ അഭിഷേകം നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്ഭുതങ്ങൾ സംഭവിക്കും, കർത്താവിൻ്റെ ഇടപെടലുകൾ ഉണ്ടാകട്ടെ. എൻ്റെ പേര് വീഡ, ഞാൻ തൃശ്ശൂരിനാണ് വരുന്നത്. എനിക്ക് തണൽ കുറേ നേരം നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഇരിക്കുമ്പോൾ നല്ല തണൽ കരച്ചിലുണ്ടായിരുന്നു. ഇപ്പം ഇല്ല. അത് മുട്ടിന് വേന ഉണ്ടായിരുന്നു, അതും ഇല്ല. പിന്നെ കണ്ണിക്ക് എനിക്ക് തോന്നുന്നുണ്ട്, ഭേദമായി തോന്നുന്നുണ്ട് കണ്ണിന്. പക്ഷെ അത് ഇപ്പോൾ പറയാൻ പറ്റില്ല. ഇടയ്ക്ക് ഒരു ചൊറിച്ചിലുണ്ടാവും. അത് കണ്ണിനും ചെവിനും ത്രോത്തിനും ഉണ്ടായിരുന്നു, ഒക്കെ മാറി പോലെ തോന്നുന്നുണ്ട് എനിക്ക്. കണ്ണിന്റെ വേദന, ത്രോട്ട് പെയിൻ, ഇതൊക്കെ വിട്ടുപോയി. പിന്നെ പബ്ലിക്കിൽ സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ലേ, ഇപ്പൊ ഇല്ല അത്. പ്രൈസ് ദി ലോർഡ്. കരങ്ങളടിച്ച് ഈശോയെ ആരാധിക്കാം. എൻ്റെ പേര് സന്ധ്യ, അട്ടപ്പാടിയിലാണ് വീട്. എനിക്ക് 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പോലെ ഇപ്പോൾ 12 വർഷമായി കാലിന് ഭയങ്കര വേദനയായിരുന്നു. ഈ എഴുന്നേൽക്കുമ്പം ഇടത് കാലിന് ആദ്യം ബലം കൊടുത്ത് എഴുക്കാൻ പറ്റില്ല, എവിടെ കസേരയിലും എവിടെയെങ്കിലും പിടിക്കണം. പിന്നെ നിൽക്കുമ്പം ഒരു 2 മിനിറ്റ് കഴിയുമ്പം വലത് കാലിന് ഞെട്ട വിട്ടുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ മുട്ട് മടങ്ങി താഴെ വീഴുമായിരുന്നു. ഇപ്പോൾ ഇവിടെ വന്നത് പിന്നെ നല്ല സുഖമുണ്ട്. പിന്നെ കിടക്കുമ്പം 2 പില്ലോ വെച്ചിട്ട് കിടക്കാൻ പറ്റുള്ളൂ, മുട്ടിൻ്റെ അവിടെയും പാദത്തിൻ്റെ അവിടെയും. ഇവിടെ വന്നേ പിന്നെ വെറും പായയിൽ നല്ല സുഖത്തിന് കിടന്നു, ഒത്തിരി സൗഖ്യമുണ്ട്. പിന്നെ മനസ്സ് വളരെ വിഷമത്തോടെയാണ് ഞാൻ ഇവിടെ വന്നത്. കർത്താവ് അതിൽ നിന്നെല്ലാം ഒത്തിരി സൗഖ്യം എനിക്ക് തരുന്നുണ്ട്.